എന്റെ അടുത്ത്. സഹിക്കുന്നില്ലെങ്കിൽ വിളിച്ചോട്ട് പോടാ ഇവളെ. എന്തിനായിട്ടാ ഇങ്ങോട്ട് വന്നത്? ഇനി ഇങ്ങോട്ട് വരണ്ട. ഹരിയേട്ടാ, ഉറങ്ങാറായില്ലേ? വിരിച്ചിട്ടുണ്ട്. നീ കിടന്നോ. ഹരിയേട്ടൻ എപ്പോ കിടക്കും എപ്പോ ഉണരുന്നും നീ ഓർക്കണ്ട. സുഖമായിട്ട് ഉറങ്ങ, അത് മതി. സുഖം. കുറെ കാലമായി ഹരിയേട്ടാ അങ്ങനെ ഒന്ന് ഉറങ്ങിയിട്ട്. കണ്ണടച്ച പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാ. സത്യമാണോ സ്വപ്നമാണോ എന്ന് വേർതിരിക്കാൻ പറ്റാത്ത സ്വപ്നങ്ങളാ. പിന്നെ എങ്ങനെയാ ഞാൻ പ്രാർത്ഥിച്ച് കിടക്കാൻ പറയോ അമ്മണിയമ്മ? ഞാൻ ഏത് ദൈവത്തെയാ പ്രാർത്ഥിക്കേണ്ടേ? ഉള്ളി കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനെ ഓർത്താ ഗർഭിണികൾ ഉറങ്ങാൻ കിടക്കേണ്ടെന്ന് പറയും. ഞാൻ ഓർക്കണ സിദ്ധുവിനെ? ഹരിയേട്ടൻ പറയേ. നമ്മുടെ മാനസയും സിദ്ധുവിനെ ഓർത്തല്ലേ ഉറങ്ങാൻ കിടക്ക? ഒരാളെ ഓർത്ത് 2 പേര്. എത്ര വിചിത്രമല്ലേ ഹരിയേട്ടാ? കൂടപ്പിറപ്പുകളായിട്ട് കഴിഞ്ഞ മാനസയും മൈനയും അവർക്കറിയില്ലല്ലോ ഒന്നും. അതും ഒരു ഭാഗ്യമാണ്. എല്ലാം അറിയുന്നതിനേക്കാൾ ഒന്നും അറിയാത്തത് ഭാഗ്യമല്ലേ? സമാധാനമായിട്ട് ഉറങ്ങുമെങ്കിലും ചെയ്യാലോ. തെറ്റ് ചെയ്തതോ സ്വാർത്ഥത കാണിച്ചതോ ഞങ്ങളിൽ ആരാ ഹരിയേട്ടാ? ആരായാലും എനിക്കറിയാം ഇതിന്റെ എല്ലാം വേദന അനുഭവിക്കുന്നത് ഈ മനസ്സാണെന്ന്. ഹരിയേട്ടാ, ഒന്ന് ചോദിച്ചോട്ടെ, ഞങ്ങളിൽ ആരെയാവും ഒടുവിൽ ഹരിയേട്ടന് നഷ്ടമാവുക? മൈനയോ മാനസയോ? നഷ്ടമാരാണെന്ന് അറിയില്ല ഹരിയേട്ടന്. ഒന്നും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല മൈനെ. പക്ഷെ ഒന്നുണ്ട്, മാനസയോ മൈനയോ ആരായാലും ആ നഷ്ടത്തിനൊപ്പം സ്വയം നഷ്ടപ്പെടാൻ ഈ ഹരിയേട്ടനുണ്ടാവും. അത്രമാത്രം ഹരിയേട്ടനറിയാം. കാവലാണ് ഞാൻ. മാനസയുടെയും മൈനയുടെയും കാവലാണ്. നിനക്കറിയാവോ മൈനെ, ഹരിയേട്ടൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ മാനസയാ എന്റെ മനസ്സിൽ മുഴുവൻ. അവിടെയാണ് ഹരിയേട്ടനെങ്കിൽ നീയാവും മനസ്സിൽ. പക്ഷേ ഒരു കാര്യം സത്യമാ, ഇപ്പോ മനസ്സേക്കാൾ നിന്നോടാ ഹരിയേട്ടന് ഏറ്റവും ഇഷ്ടം. കളി പറഞ്ഞല്ല, ആഗ്രഹിച്ചെല്ലാം സ്വന്തമായി കിട്ടിയുള്ള മനസ്സാ. പക്ഷേ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒന്നും കിട്ടാതെ പോയ വെറും ഭാഗ്യദോഷി എന്നെ മൈന. മാനസയ്ക്ക് വേണ്ടി അവൾ
അവൾ ജീവിക്കാൻ വേണ്ടി സ്വയം ഉരുകിത്തീരുന്നൊരു ജന്മം. നിന്നെ അല്ലാതെ മറ്റാരെയും മൈനെ ഈ ഹരിയേട്ടൻ കാത്തുപിടിക്കേണ്ടത്? ഹരിയേട്ടാ, മോള് പോയി സുഖമായിട്ട് ഉറങ്ങാം. ഹരിയേട്ടനുണ്ട്, ഉറങ്ങാതെ ഒരു കാവലാളായി. ഹരിയേട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? സിദ്ധാർത്ഥ, മനസ്സ് പറഞ്ഞിട്ടാവും. ഞാൻ എന്താ മൈനെ പറയേണ്ടത്? ഹരിയേട്ടനത് എവിടെയാ? അവളുടെ അടുത്തുണ്ടാവും, അല്ലാതെ എവിടെ പോവാൻ? ഏയ്, ഞാൻ വിളിച്ച എവിടെയായാലും എത്ര തിരക്കിലായാലും കോളേജ് ആളാ. ഇതിപ്പോ ഇങ്ങോട്ടിനെ വരണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും, മടുത്തിട്ടുണ്ടാവും. അങ്ങനെയല്ലേ ഹരിയേട്ടനോടുള്ള സമീപനം? ഇല്ലെങ്കിൽ സഹിക്കാൻ വയ്യാതെ ഭ്രാന്ത് എടുത്ത് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി കാണും. സിദ്ധു, അരുതാത്തൊന്നും പറയണ്ട. അങ്ങനെ ഭ്രാന്തെടുത്ത് പേടിച്ചു പോകുന്ന ആളൊന്നും അല്ല ഹരിയേട്ടൻ. എത്ര രാത്രിയായാലും വീട്ടിലെത്തും. എന്നിട്ട് എവിടെ? അന്വേഷിക്കണം. ഹരിയേട്ടൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടോന്നാ. നേരത്തെ എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി എവിടെയായിരുന്നു ഹരിയേട്ടൻ? നീ എന്താ രാവിലെ തന്നെ ഏട്ടനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചോ? ഇതിപ്പോ ഞാനാണോ നീയാണോ പോലീസ്? മാനസ, ഇതെന്താ? താനിത് എവിടെ പോയെന്ന് ഓർത്തു ഞാൻ. ഹരിയേട്ടൻ എപ്പോഴാ വന്നേ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇന്നലെ രാത്രി എവിടെ പോയതായിരുന്നു എന്ന് പറഞ്ഞോ? ഞാൻ എന്തിനാ അതറിയുന്നേ? ഞാൻ ആരാ അങ്ങേരുടെ? ആരുമല്ല. പിന്നെ എന്തിനാ എന്നോട് സംസാരിക്കുന്നത്? ചെറിയൊരു മുഖപരിചയമുള്ളവരെ പോലും രാവിലെ കണ്ടാ നമ്മൾ പറയാറില്ലേ ഗുഡ് മോർണിംഗ് എന്ന്? അതുപോലൊരു ഗുഡ് മോർണിംഗ് തന്നു എനിക്കും. താനിതെന്തൊക്കെയായി പറയുന്നേ? മാനസ ഹരിയേട്ടന്റെ ആരും അല്ലാഞ്ഞിട്ടാണോ ഇന്നലെ രാത്രി മുഴുവൻ ഹരിയേട്ടനെ കാത്തിരുന്ന് ഉറക്കം കളഞ്ഞത്? മാനസയുടെ ഉള്ളു മുഴുവൻ എല്ലാവരോടുള്ള സ്നേഹമാ. ആ സ്നേഹം പുറത്തു വരുന്നത് പൊട്ടിത്തെറിയിലും ബഹളത്തിന്റെ രൂപത്തിലൊക്കെ ആയിരിക്കും, അല്ലടോ? ഞാൻ ഇങ്ങനെയൊക്കെയാ എന്റെ മനസ്സും. അല്ലാതെ പുറമേ സ്നേഹം വാരിത്തേച്ച് അകത്ത് മറ്റൊന്നുമായിട്ട് ഞാൻ നടക്കാറില്ല, നിങ്ങളെയൊക്കെ പോലെ. ഓ അതെ, നമുക്കതങ്ങ് വിടാം. ഹരിയേട്ടൻ വന്നില്ലേ, ഇനിയിപ്പോ ടെൻഷനൊന്നും വേണ്ട. മനസ്സവാ. അല്ല, ഹരിയേട്ടൻ എങ്ങോട്ടാ?
ആ, എനിക്ക് ഒരിടം വരെ പോണം. ഡ്യൂട്ടിയുടെ ഭാഗമായതുകൊണ്ട് സ്ഥലം പറയാൻ പാടില്ലെന്ന ഔദ്യോഗിക തീരുമാനം. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വേസ്റ്റ് ആക്കണ്ട. ചിലപ്പോ ഒരാഴ്ച, അല്ലെങ്കിൽ ചിലപ്പോ നാളെ തന്നെ തിരിച്ചെത്തിയേക്കാം. പോലീസുകാരുടെ ഡ്യൂട്ടി എന്നാൽ ഇങ്ങനെയൊക്കെ. വരട്ടെ. ഹരിയേട്ടാ, ചായയും ചോറും ഉണ്ടാക്കി തളരുന്നുണ്ടോ നീ? പിന്നെ വലിയ ആയാസമുള്ള ജോലിയല്ലേ ഇത് രണ്ടും. ഒന്ന് പോ ഹരിയേട്ടാ. നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ ഒരു നിമിഷം അടങ്ങിയിരിക്കുമായിരുന്നോ ഞാൻ. അന്നത്തെ പോലെ അല്ല ഇന്ന്. ഇന്ന് നീ ഒരു അമ്മയാ. എന്താ ഹരിയേട്ടാ, പെട്ടെന്ന് മുഖം മാറിയല്ലോ. ഏയ്, ഒന്നുമില്ല. മോളെ, നിനക്ക് എപ്പോഴെങ്കിലും ഹരിയേട്ടനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ദേഷ്യോ? എന്തിന്? എന്റെ ഹരിയേട്ടനോട് ദേഷ്യപ്പെടാനും മാത്രം ഞാൻ ആരാ? ഈശ്വരന്മാരോട് ദേഷ്യപ്പെടൂ മനുഷ്യര്? അങ്ങനെയല്ല മൈനെ. മാനസയുടെ ജീവിതം അത് തകരാതിരിക്കാനാ നീ ഇങ്ങനെ മറ്റുള്ളവരുടെ ശാപവും കുത്തുവാക്കുകളും കേട്ട് ഒരു തെറ്റുകാരിയെ പോലെ ഇങ്ങനെ. മാനസയ്ക്ക് വേണ്ടി ഹരിയേട്ടൻ നിന്നെ ഇതിനെ നിർബന്ധിക്കായിരുന്നു. അറിയില്ല എനിക്ക്. മാനസയുടെ ഭാവിക്ക് വേണ്ടി ഞാൻ എന്റെ മൈനയെ കാണാതെ പോകുന്നുണ്ടോ? ഒരു വയറ്റിൽ പിറന്നവൾക്ക് വേണ്ടി ഞാൻ നിന്നെ. പറയരുത്. ഒരുമിച്ച് പിറക്കുമ്പോഴാണോ ഹരിയേട്ടാ കൂടെ പിറപ്പാവുന്നേ? എന്റെ ഹരിയേട്ടന്റെ കൂടെ പിറന്നവളാ മൈനയും മാനസയും. മാനസയേക്കാൾ എന്നെ എന്റെ ഹരിയേട്ടൻ സ്നേഹിക്കുന്നെന്നാ എന്റെ വിശ്വാസം. എനിക്ക് വേണ്ടിയാ എന്റെ ഹരിയേട്ടൻ ഈ വേദനകളൊക്കെ അനുഭവിക്കുന്നെന്നും എനിക്കറിയാം. ഗൗരിയെടുത്തി, അപ്പുമോള്, മാനസ, ഇവരെക്കാളൊക്കെ എന്റെ ഹരിയേട്ടൻ സ്നേഹിക്കുന്നത് എന്നെയാ. ഹരിയേട്ടന്റെ ജീവിതത്തേക്കാൾ എന്നെ എന്റെ ഹരിയേട്ടൻ. ഇതിനു മാത്രം എന്ത് പുണ്യ ഹരിയേട്ടൻ ഞാൻ ചെയ്ത്. തെറ്റ് ചെയ്തവള് ഞാന്. ഹരിയേട്ടൻ വളർത്തിയിട്ടും എന്നെ തള്ളിക്കളയാമായിരുന്നു, വെറുക്കാമായിരുന്നു. താനും തന്നെ ഈ ജീവിതം തിരിച്ചെടുക്കാനാവുമായിരുന്നു. എന്ത് ചെയ്തില്ല? ചെയ്യാമായിരുന്നില്ലേ ഹരിയേട്ട? എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടും പഴി പറഞ്ഞിട്ടും ഇപ്പോഴും കാവലിരിക്കല്ലേ എനിക്ക് വേണ്ടി എന്റെ ഹരിയേട്ടൻ? ആ വിഷയം നമുക്ക് വിടാം. 2 ദിവസത്തിനുള്ളിൽ ഒരു സെർവന്റ് വരും. പിന്നെ നമ്മുടെ ലോനപ്പനോട് വരാനും പറഞ്ഞിട്ടുണ്ട്. അതുവരെ നിന്നെ തനിച്ചാക്കി പോകാനൊരു മനസമാധാനം ഉണ്ടാവില്ല എനിക്ക്. ഹരിയേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. എന്തിനാ പേടിക്കുന്നേ? എനിക്ക് എന്താവാനാ? ദേ, പഴയ പോലല്ല. ഇപ്പൊ ഇത്തിരി ധൈര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നുമില്ലേലും SP ഹരിശങ്കറിന്റെ മൈനയല്ലേ ഞാൻ. ഇത് എപ്പോഴും ഉണ്ടായാ മതി. വണ്ടി വന്നു. നീ കഥ കളിച്ചിരുന്നോണം. ഏട്ടൻ വേഗം വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ എന്നെ വിളിച്ചു പറയണം. വിളിച്ചോളാം. എന്റെ ഏട്ടൻ ചെല്ല്.
അമ്മയോട് പറ. എന്തിനാ എന്റെ മോള് കരഞ്ഞത്? പറഞ്ഞ അപ്പമോളോട് അമ്മ ദേഷ്യപ്പെടുവോ? ഇല്ല മോളെ, പറ. നമ്മളിനി പപ്പയോട് കൂടില്ലേ? പറ അമ്മേ, നമ്മളിനി പപ്പയുടെ അടുത്ത് പോവില്ലേ? ആരാ ഇതൊക്കെ പറഞ്ഞത്? മോൾ ഉറങ്ങിക്കോ. അമ്മ ഹോസ്പിറ്റലിൽ പോയപ്പോ അന്ന് വന്ന വക്കീലെങ്കിലും വന്നിരുന്നു. എന്നിട്ട് പറയാ, ആര് ചോദിച്ചാലും പപ്പ കൊള്ളത്തില്ല, പപ്പ അമ്മയെ ഉപദ്രവിക്കും, അപ്പുമോളെ ഉപദ്രവിക്കും, പപ്പയുടെ കൂടെ അപ്പുമോൾക്ക് പോകണ്ടെന്നും പറഞ്ഞു. അതൊക്കെ നുണയല്ലേ? പപ്പ പാവല്ലേ? നമുക്ക് പപ്പയുടെ കൂടെ കൂടിയാ മതി. പറ, പപ്പയുടെ കൂടെ കൂടാന്ന് പറ. എനിക്ക് അമ്മേരെയും പപ്പേരെയും കൂടെ കഴിഞ്ഞാ മതിയെന്ന് പറ. നമ്മള് പോരെ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇനി മൈനെ കാണാൻ ഞാൻ പോവില്ല. അത് പോരെ ഡോക്ടറെ? പോണ്ടെന്നൊന്നും ഞാൻ പറയില്ല, എവിടെ വേണമെങ്കിലും പോയിക്കോ. പക്ഷെ ഒരു കാര്യം വാക്ക് തരണം ഹരി, ഞാനൊരു ഭാര്യ, ഭർത്താവ് എന്റേത് മാത്രമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഭാര്യ. ഞാൻ ഹരിയെ വിശ്വസിക്കുന്നു, ആ വിശ്വാസം തെറ്റിക്കരുത്. ഇല്ല. പിന്നെന്തിനാ ചെമ്പരത്തി പൂക്കളെ തേടി പോകുന്നൊക്കെ പറഞ്ഞത്? ചെവിയിൽ വെക്കാൻ. എന്താ? രണ്ട് ചെവിയിലും വെച്ചോണ്ട് തുള്ളാൻ. അപ്പൊ മോള് അവിടെ വേറെ ആരുടെയും കൂടെ പോണ്ട, അമ്മയുടെ കൂടെ ഇരുന്നാ മതിയല്ലോ. ഞാൻ എന്ത് ചോദിച്ചാലും അമ്മ ദേഷ്യപ്പെടുക, എന്നിട്ട് കുറെ കഴിയുമ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കരയും. പപ്പ, നമുക്ക് അമ്മയെ വിളിച്ചോണ്ട് വരാം. എനിക്ക് പപ്പേരെയും അമ്മേരെയും കൂടെ ഇവിടെ താമസിച്ചാ മതി. പപ്പ അമ്മയെ വിളിക്കാട്ടോ, പിന്നെ വിളിക്കാം. ഇപ്പോഴേ അമ്മ പപ്പയോട് കുറുമ്പ് കാട്ടി പിണങ്ങിയിരിക്കുക. ചുമ്മാ ആ പിണക്കം മാറുമ്പോ അമ്മ വരും. ഹരിയേട്ടന്റെ മനസ്സിലെന്താ? ഇതിങ്ങനെ തുടർന്ന അറിയാലോ, കാര്യങ്ങൾ ഓരോ നിമിഷം വഷളായിക്കൊണ്ടിരിക്കുക. ഈ ഒരവസ്ഥയില് ഹരിയേട്ടൻ മൈനയോടൊപ്പം ചെന്ന് താമസിക്കുന്നത് ആരോപണങ്ങൾക്കാക്കം കൂട്ടുകയുള്ളൂ. എന്താ ആരോപണങ്ങൾ? ഹരിയേട്ട, നീയും എന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയോ സിദ്ധാർത്ഥ? ഹരിയേട്ട, അതല്ല ഞാൻ. ആരോപണങ്ങൾ അത് അസത്യങ്ങളിൽ നിന്നും പിറവിയെടുക്കുന്ന അസ്ത്രങ്ങളാ. അവ ആരെയും കൊല്ലില്ല, കൊല്ലാനുള്ള കഴിവില്ല അവയ്ക്ക്. മുറിവുകളിൽ കുത്തി നോവിക്കാൻ മാത്രമേ കഴിയൂ. മനസ്സ് മുഴുവനും മരവിച്ചവൻ വേദന അറിയില്ലല്ലോ. അതാ ഇന്ന് ഞാൻ. അതല്ല ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി. ഗൗരിക്ക് അവളെ സംരക്ഷിക്കാനും അവളെ ഓർത്ത് സങ്കടപ്പെടാനും ഒരച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. മാനസിക കൂട്ടിന് നീയുണ്ട്. പാവം, എന്റെ മൈന മാത്രം ഒരു അനാഥ കുട്ടിയാ. ഈ ഹരിയേട്ടനല്ലാതെ അവൾക്ക് ആരുമില്ല. അല്ല ഹരിയേട്ടാ, അമ്മണിയമ്മ പോയ സ്ഥിതിക്ക് മറ്റൊരാളെ. സിധു, മൈനയെ കുറിച്ച് നീ വേവലാതിപ്പെടണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഇനി അതുണ്ടാവരുത്.
നിന്റെ മനസ്സിൽ പോലും മൈനെ കാണരുത്. മാനസ അവളായിരിക്കണം നിനക്ക്, മറ്റൊന്നും നീ ഓർക്കണ്ട. അങ്ങനെ അങ്ങ് മറക്കാനാവോ ഹരിയേട്ട എനിക്ക് മൈനയെ? കഴിയണം, കഴിഞ്ഞേ പറ്റൂ. എനിക്ക് വേണ്ടിയല്ലേ അവൾ. മറക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ മറക്കാൻ ശ്രമിക്കും തോറും 1000 ഇരട്ടിയായിട്ടാ അവൾ എന്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. ഹരിയേട്ടൻ പേടിക്കണ്ട, ഞാൻ ഹരിയേട്ടന് തന്ന വാക്ക് തെറ്റിക്കില്ല. ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞേ ഉള്ളൂ. എനിക്ക് വയ്യ ഹരിയേട്ട. എത്ര പേരുടെ കടപ്പാടുകൾക്കാ ഞാൻ ഈ ജീവിതം കൊണ്ട് നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. എന്നാലും അമ്മണിയമ്മ, നമ്മൾ തമ്മിൽ വെറുതെ തമാശയ്ക്ക് പലതും പറയുമായിരിക്കും, വെറുതെ വഴക്കടിക്കുമായിരിക്കും. പക്ഷേ അവരെനിക്ക് ഇഷ്ടമായിരുന്നു സാറേ. പക്ഷേ അവരിത്ര നന്ദിയില്ലാത്ത സ്ത്രീയാണെന്ന് ഞാൻ കരുതിയില്ല. തെറ്റു പറയാനാവില്ലല്ലോ അനുപ. എല്ലാവർക്കും അവരുടെ സ്വന്തങ്ങളും സെന്റിമെന്റ്സുകളോ വലുത്. നമ്മളും അങ്ങനെയല്ലേ? എന്നാലും ഉണ്ട ചോറിന്റെ നന്ദി എന്നൊന്നും ഉണ്ടല്ലോ സാറേ. വല്ലവന്റെ കളിപ്പാവായി കാര്യം അറിയാതെ സാറിനോട് ഒച്ച എടുക്കുമ്പോഴെങ്കിലും അത് ഓർക്കണ്ടായിരുന്നോ? ഏയ്, എത്ര കൊള്ളരുതാത്തവനായാലും രഘു അവരുടെ മകനാണ്. അതോളം വലുതല്ലല്ലോ നന്ദിയും കടപ്പാടും ഒക്കെ. മകൻ എന്ത് മകനാണ് സാർ? കൊന്നും കൊല വിളിച്ച് നടക്കുന്ന ഒരു ക്രിമിനൽ. അല്ലാതെ എന്താ? അല്ലെങ്കിൽ തന്നെ ഈ അമ്മണിയമ്മയ്ക്ക് മക്കളൊക്കെ എന്നാ ഉണ്ടായത്? പെരുവഴിയിൽ തള്ളിയിട്ട് സ്വന്തം സുഖം നോക്കി പോയ മക്കളെ കുറിച്ച് അവര് തന്നെ ഞങ്ങളോട് പലപ്പോഴും കണ്ണീരൊഴിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ഡയലോഗ്? ചോദിച്ചു നോക്കി ഈ കുഞ്ഞിനോട്. ഹരിസാറ് ദൈവമാണെന്ന് പറയാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല, അല്ലേ കുഞ്ഞെ? ദൈവത്തിനോടുള്ളതിനേക്കാൾ വലുതാണല്ലോ അണപ്പ ഒരമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം. 1000 വട്ടം ഒരമ്മ മകനെ ശപിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ 10,000 വട്ടം ആ മകന് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് അമ്മ. ഞാനൊരിക്കലും അമ്മണിയമ്മയുടെ മകനെ വേട്ടയാടിയിട്ടില്ല. അയാളൊരു ക്രിമിനലാണെന്ന് അറിഞ്ഞിട്ടും മറ്റാരെയും അറിയിക്കാതെ മനസ്സിൽ സൂക്ഷിച്ച ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ശകാരം കേൾക്കുന്നുണ്ട് ഞാൻ. ഞാനൊരിക്കലും അമ്മണിയമ്മയുടെ നെറുകേട് കാണിച്ചിട്ടില്ല. ഒരു സങ്കടമേ ഉള്ളൂ. സത്യം എന്താണെന്ന് പറയാൻ ഞാൻ മനസ്സ് കാണിച്ചപ്പോഴൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ക്ഷമ പോലും കാണിക്കാതെയാണ് അമ്മണിയമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് ഓർത്തത്. അവര് പോട്ടെ സാറേ, ഞാനുണ്ടല്ലോ ഇവിടെ. ഞാൻ നോക്കിക്കൊള്ളാം ഈ കുഞ്ഞിനെ, കണ്ണിലെ കൃഷ്ണമണിയെ പോലെ. പിന്നെ എത്ര ജോലിക്കാർ വേണം സാറിന്? ഞാൻ റെഡിയാക്കി തരാം സാർ. നല്ല ആത്മാർത്ഥമുള്ളവരെ കൊണ്ടുതരാം. അക്കാര്യത്തിൽ സാറ് ടെൻഷനാവണ്ട. ലോനപ്പനോടാ കളി. സാറ് ധൈര്യമായിട്ടിരിക്കേ. എന്തു പറ്റി രണ്ടാൾക്കും? എന്താ സിദ്ധാർത്ഥ? അത് ഹരിയേട്ടാ, എന്താ എന്താ മനസ്സേ? എന്തു പറ്റി? എന്ത് നരകമായാലും പറഞ്ഞു തുലയ്ക്ക്. എന്താ പ്രശ്നം?
ഗൗരിയെടുത്തി അയച്ച ഡിവോഴ്സ് നോട്ടീസാ. സന്തോഷമായോ നിങ്ങൾക്ക്? ഹരിയേട്ടാ, ഞാൻ ഭയന്നിരുന്നതാ ഇത്. എന്നാലും ഗൗരിയേച്ചി, വീട്ടുകാരുടെ പ്രഷർ ഉണ്ടാവും, അല്ലാതെ തനിച്ചെടുത്ത തീരുമാനം ആവില്ല. ഒരാളിരുന്ന് ചിരിക്കാവൂ ഇപ്പോ. പ്രാർത്ഥനകൾ ഓരോന്നോരോന്നായി ഫലിക്കുന്നതിന്റെ സന്തോഷത്തിൽ. മൈന അവള് ജയിക്കുക, അവള് മാത്രം ജയിക്കുക. എല്ലാവരെയും തോൽപ്പിച്ചിട്ടുള്ള ചിരി, മൈനയുടെ ചിരി, അതെനിക്കിപ്പോ കാണാം. അങ്ങനെ ജയിച്ച് ജയിച്ച് ഒരിക്കൽ അവൾ എന്റെ മുന്നിൽ എത്തും. എത്തിക്കും ഞാൻ അവളെ, അന്ന് തീർക്കും ഞാൻ. മൈനയെന്ന് നന്ദി കെട്ട ആ മനുഷ്യ ജന്മത്തെ. ഞാൻ സ്നേഹിച്ചവരെല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോവാണല്ലോ സിദ്ധു. ഹരിയേട്ടാ, ഹരിയേട്ടാ, നല്ല ക്ഷീണം, ഒന്ന് മയങ്ങിപ്പോയി. നീ കഴിച്ചോ? ഇല്ല. മാനസികോ? കഴിച്ചിട്ടില്ല. വിശപ്പില്ലാന്ന് പറഞ്ഞ് നേരത്തെ കിടന്നു. ഛേ, ഈ കുട്ടി എന്താ ഇങ്ങനെ? ആഹാരം കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? ചെന്ന് അവൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്ക. ഹരിയേട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. എന്താ? ആ മനസ്സ് കരയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഹരിയേട്ടാ. കരഞ്ഞോ? ഞാനോ? എന്തിനു സിദ്ധു? ഈ ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയോണ്ടാണോ? നിനക്കറിയില്ലേ ഗൗരിയെ, എന്നെ വാശി കയറ്റാനും വിരളി പിടിപ്പിക്കാനും അവളുടെ ഒരു അടവായത്. അല്ലാതെ നീ കാണുന്നത്ര സീരിയസ്നെസ് ഒന്നും ഇതിലില്ല. അതോർത്ത് ഇവിടെ ആരും വിഷമിക്കുകയും വേണ്ട. നിനക്ക് തോന്നുന്നുണ്ടോ സിദ്ധു, ഗൗരിക്ക് എന്നെ വിട്ടു പോകാനാവൂ? ഒരിക്കലുമില്ല. നീ ചെല്ല്. വെറുതെ ഇങ്ങനെ ഒരു കാര്യം ഗൗരിയേച്ചി ചെയ്യുന്നാണോ ഹരിയേട്ടൻ കരുതുന്നത്? എന്നാ ഹരിയേട്ടന് തെറ്റി ഹരിയേട്ടാ. ഇങ്ങനൊരു തമാശ കാണിക്കാൻ ഗൗരിയേട്ടത്തിൽ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആരുടെയെങ്കിലുമൊക്കെ പ്രേരണയ്ക്ക് വഴങ്ങിയിട്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇത് സീരിയസാ. അത് ഹരിയേട്ടനെ ഞാൻ മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. ഇത് ജെന്യൂനാണെന്ന് ഹരിയേട്ടൻ അറിയാം. അത് ദാ ഈ മുഖത്തുണ്ട്. ഹരിയേട്ടാ, ഇനിയും വൈകിയിട്ടില്ല. ഗൗരിയടത്തിയോടെങ്കിലും സത്യം തുറന്നു പറഞ്ഞൂടെ? ഹരിയേട്ടന് വയ്യെങ്കിൽ വേണ്ട, ഞാൻ പോയി പറയാത്. ഗൗരിയടത്തി സത്യം അറിഞ്ഞെന്ന് വെച്ചാ എന്താ ഹരിയേട്ടാ?
എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത്? നമ്മുടെ അപ്പുമോളുടെ ഭാവിയെങ്കിലും ഓർത്തൂടെ? വഴക്കിട്ട് പിരിഞ്ഞ ഒരു അച്ഛന്റെ അമ്മയുടെ മകളായിട്ട് അവൾ വളരണം. എന്നും എന്നും മറ്റുള്ളവരുടെ സഹതാപത്തിന് ഇരയായിട്ട് അപ്പുമോള് ജീവിക്കണം. പറയേ. മതി. ഒരുപാടൊക്കെ പറഞ്ഞു എന്നെ തളർത്തല്ലേ. നീ പറഞ്ഞില്ലേ ഗൗരിയോടെല്ലാം തുറന്നു പറഞ്ഞാൽ എന്താന്ന്? പലതവണ ഞാനും അത് ഓർത്തതാ. പക്ഷെ വേണ്ടാന്ന് വെച്ചു. സത്യം എന്തെന്ന് അവൾ അറിഞ്ഞാൽ, സത്യം അറിയാത്തവർ എന്നെ കുറ്റപ്പെടുത്തുമ്പോ അവൾക്കത് സഹിക്കാൻ കഴിയില്ല. എപ്പോഴെങ്കിലും അവൾ പ്രതികരിക്കും. അതോടെ എല്ലാം നമ്മളറിയാതെ നമ്മുടെ കൈകളിൽ നിന്ന് വഴുതി വീണ് ചിതറും. അതൊരു ദുരന്തമാവും സിദ്ധു. പക്ഷെ ഹരിയേട്ടാ, സ്വന്തം ജീവിതം അങ്ങനെ ആർക്കും ഇവിടെ സ്വന്തമായിട്ടൊരു ജീവിതം എന്നൊന്നുമില്ല. കുറെ വിശ്വാസങ്ങളും ഒരുപാട് ഘടകങ്ങളും വേറെ ചെല്ലും. അങ്ങനെ എല്ലാം ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ജീവിതം ഉണ്ടാവുന്നത്. അത് അയാളുടേത് മാത്രമല്ല സിദ്ധു, മറ്റു പലരുടേതുമാണ്. നീ ചെല്ല്, ഞാൻ പോയി കണ്ടോളാം ഗൗരിയെ. ഒക്കെ ശരിയാവും. എന്റെ മനസ്സങ്ങനെ പറയുന്നു. ചെല്ലടാ. മുത്തശ്ശന്റെ പൊന്നുമോള് വന്നല്ലോ. കൊള്ളാലോ. മോള് മുത്തശ്ശന് ടാറ്റ കൊടുക്ക്. അമ്പടി ഗേമി, അതോ അമ്മയോട് ചോദിച്ചിട്ട് ചെയ്യൂ. അല്ല, സ്കൂൾ ബസ് വരേണ്ട സമയം ആയില്ലല്ലോ, പിന്നെന്താ ഇത്ര നേരത്തെ? ഈ അമ്മയോട് ഞാൻ പറഞ്ഞതാ, കേക്കണ്ടേ? അതിന് അമ്മ ഈ ലോകത്തൊന്നും അല്ലല്ലോ. എപ്പോഴും ആ മുറി കയറി മരത്തിൽ കൊത്തിവെച്ച പോലെ ഓരോന്നോർത്തിരിപ്പല്ലേ കണ്ണീര് ഒലിപ്പിച്ച്. ഇവളുടെ മട്ട് കണ്ടാത്തൊന്നും എല്ലാത്തിനും കാരണക്കാര് നമ്മളാണെന്ന്. ഇടയ്ക്കെങ്കിലും ആ ഹോസ്പിറ്റലിലോ ഷോപ്പിങ്ങിനോ വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിലോ പോകാൻ പറഞ്ഞ കേൾക്കണ്ടേ? അങ്ങനെയായ തന്നെ മനസ്സിന്റെ മുരടിപ്പൊന്ന് മാറിക്കിട്ടിയേനെ. ഇതിപ്പോ രാവിലെയും വൈകിട്ടും മോളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും വേണ്ടി ആ ഗേറ്റിനടുത്ത് വരെ പോവും. ഇങ്ങനെ ആയാൽ എങ്ങനെയാ? മോള് വാ. മോളെ ഗൗരി, അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്. ഒന്ന് റിലാക്സ് ആവാൻ അതൊക്കെ നല്ലതാ. ഞാനിവിടെ ഇരിക്കുന്നതിൽ അച്ഛനും അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്റെ മോള് മാറി തന്നേക്കാം. കേട്ടോ, ഇങ്ങനെയൊക്കെ ഇവളുടെ സംസാരം. നീ മോള് ഇവിടെ ബുദ്ധിമുട്ടാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഗൗരി, എന്താ നിന്റെ മനസ്സില്? അച്ഛനോട് പറ. ഒന്നുമില്ല അച്ഛാ. കൈവിട്ടു പോയ മനസ്സിനെ നിയന്ത്രിച്ചു പിടിക്കാൻ ശീലിക്കുക ഞാൻ. തളരരുത് നീ. എത്രയൊക്കെ ശ്രമിച്ചാലും ഹരിയുടെ ഓർമ്മകൾ മാഞ്ഞു പോകാൻ സമയമെടുക്കും. അച്ഛനും മനസ്സിലാക്കാനാവുന്നുണ്ട് തന്നെ. ഇന്നലെ നമ്മളെ വക്കീൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളയച്ച വക്കീൽ നോട്ടീസ് ഹരി കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ അതിലൊന്ന് സൈൻ ചെയ്ത് കിട്ടിയാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് ചെയ്യാമെന്നാ വക്കീൽ പറഞ്ഞത്. അവന് സന്തോഷമായി കാണും. ഇനിയൊന്നിനും എന്റെ മോളൊരു ശല്യാവില്ലല്ലോ. നീ ഒന്ന് വെറുതെ ഇരിക്കാമോ? മനസ്സ് പതറരുത് നിന്റെ. ഹരിയത്തുള്ള ജീവിതം ഇത്രയേ വിധിച്ചിട്ടുള്ളൂ വിചാരിച്ചാ മതി. എന്റെ മോൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല, അങ്ങനെ വിശ്വസിക്കേ. അച്ഛനുണ്ട് നിനക്ക്. ഡിവോഴ്സിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞാൽ കുറച്ചു കാലം നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കാം. ഡൽഹിയിൽ ശീതകാല സമ്മേളനം തുടങ്ങുകയാണ്. എന്തായാലും അച്ഛൻ അതിൽ പങ്കെടുക്കണം. നീയും മോളും കൂടി പറയൂ. ഈ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിന്നാൽ തന്നെ ആശ്വാസമായി. പക്ഷെ മോളെ, ഇനി നീ അങ്ങോട്ട് ഇങ്ങനെ ഒന്നും അല്ലാത്തവളെ ജീവിക്കരുത്. നിന്നെ ഇങ്ങനെ കാണുന്ന അച്ഛനും അമ്മയ്ക്കും വലിയ സങ്കടമാണ്.
ഇനിയൊരു വിവാഹ ജീവിതം വേണോ വേണ്ടോ ഒന്നും നിനക്ക് തീരുമാനിക്കാം. ഒന്നിനും നിർബന്ധിക്കില്ല ഞാൻ. പക്ഷേ തീരുമാനം എന്തു തന്നെയായിരുന്നാലും നിന്റെയും കുഞ്ഞിന്റെയും ഭാവിക്ക് വേണ്ടിയായിരിക്കണം, നല്ലതിനു വേണ്ടിയായിരിക്കണം. അതിന് കറക്റ്റായുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നിനക്ക് കഴിയണം. അതിനുള്ള പക്വത നിനക്കുണ്ട്. ഒടുവിൽ നിനക്കൊരു നഷ്ടബോധം ഉണ്ടാകരുത്. അത് മാത്രമേ അച്ഛൻ ആഗ്രഹം. നഷ്ടപ്പെട്ടതിന്റെ വില അനുസരിച്ചല്ലേ അച്ഛ നഷ്ടബോധത്തിന്റെ വേദനയുടെ ആഴം. നഷ്ടപ്പെട്ടത് എനിക്ക് എന്നെ തന്നെയാണെങ്കിലോ? വേദനിക്കാനും സങ്കടപ്പെടാനും ഞാനൊന്ന് മറന്നുപോയി. ഉള്ളിലൊരു തരം മരവിപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. പിന്നെ ഇനിയൊരു വിവാഹ ജീവിതം, അത് ഞാൻ എന്നെ തന്നെ ശപിക്കുന്നത് പോലെയാണ്. അതിന് വേണ്ട. എന്തിനാ നമുക്കിടയിലേക്ക് മറ്റൊരാളെ കൂടി വലിച്ചഴിക്കുന്നത്? എനിക്ക് ഇനി അങ്ങോട്ട് ജീവിക്കാൻ ഇവള് മതി, എന്റെ അപ്പമോള്. സഞ്ചരിക്കേണ്ട വഴികളിൽ കൂരിരുട്ട് വന്ന് നിറയുമ്പോ നമ്മളൊരു തിരിവട്ടം കയ്യിൽ കരുതാറില്ലേ? അതുപോലെ ഇവളെ മാത്രം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്താ കാര്യം? ബഹളം വയ്ക്കാനോ ബലപരീക്ഷണത്തിനോ വന്നതല്ല ഞാൻ. ഇത് കിട്ടിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ വന്ന. അച്ഛാ, ഞാൻ എന്റെ മോളെ ഗൗരി ഒന്ന് കണ്ട് സംസാരിച്ചോട്ടെ? ഇനി നിന്റെ നാടകമൊന്നും ഇവിടെ വേണ്ട. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതങ്ങ് കോടതിയിൽ വെച്ച് കാണുമ്പോൾ സംസാരിച്ചാൽ മതി. നമുക്ക് പോകാം. എന്റെ മോളെ നീ ഇനി കാണണ്ട. ഞാനതിന് സമ്മതിക്കില്ല. എനിക്ക് എന്റെ മോളെ കാണാമോ? അതിനും ഞാൻ അനുവാദം വാങ്ങണോ അച്ഛാ? പറയേ. എന്റെ മോളെ ഒന്ന് കാണാൻ ഞാൻ ആരുടെ കാലില വീഴണ്ടേ? ഇവിടെ വന്നാ മതി. ഗൗരി, ഒരു ആർഗ്യുമെന്റിന് വന്നതല്ല ഞാൻ. മാപ്പ് ചോദിക്കാനോ തെറ്റേറ്റു പറയാനോ വന്നതല്ല. നിനക്കെന്നെ വെറുപ്പാണെന്നറിയാം. എന്നാലും ഒരു കാര്യം മാത്രം നീ പറഞ്ഞെനിക്കറിയണം. ഇതയച്ചത് നിന്റെ പൂർണ്ണ സമ്മതത്തോടെ ആണോന്ന്. നമ്മൾ പിരിയുകയാണോന്ന് ആദ്യം നിശ്ചയിച്ചത് നീ തന്നെയാണോന്ന്. ആണോ ഗൗരി? നമ്മൾ എന്നേക്കുമായി വേർപെടുകയാണോ? അതെ. അതല്ലേ എല്ലാവർക്കും നല്ലത്. അതറിഞ്ഞാ മതിയായിരുന്നു എനിക്ക്. അറിയേണ്ടതൊക്കെ അറിഞ്ഞില്ലേ? ഇനി പോയിക്കൂടെ? പോകാം. എല്ലാവരും തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനായിട്ടെന്തിനാ തടസ്സം നിൽക്കുന്നേ? എന്റെ കടമ ഞാൻ ചെയ്തേക്കാം.